കേരള കലോത്സവത്തിലെ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ആത്മഹത്യ ചെയ്ത ഷാജിയുടെ വീട്ടിൽ നിന്നും ഒരു കുറിപ്പ് കൂടി കണ്ടെടുത്തു. ഷാജി എഴുതിയെന്ന് കരുതപ്പെടുന്ന കുറിപ്പിൽ ഒന്നിലധികം പേരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഷാജിയെ കുടുക്കിയതാണെന്ന് സഹോദരനും സുഹൃത്തുക്കളും പ്രതികരിച്ചു. കേരള കലോത്സവം കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആത്മഹത്യാക്കുറിപ്പ്. ജെയിംസ്, പത്മകുമാർ, നിതിൻ, ജോമറ്റ് എന്നിവരുടെ പേരുകളാണ് കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ളത്. പത്മകുമാറിനും മറ്റൊരാൾക്കും പ്രൈസ് നൽകണമെന്ന് ഷിബു പറഞ്ഞതായും കുറിപ്പിൽ പരാമർശമുണ്ട്. ഷാജിക്കൊപ്പമുണ്ടായിരുന്ന വിധികർത്താക്കളിൽ ഒരാളാണ് ഷിബു എന്നും ഷാജിയെ കുടുക്കിയതാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഷിബു എന്നൊരാൾ പത്മകുമാറിനും വേറൊരാൾക്കും പ്രൈസ് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 2 ഫസ്റ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞ തരത്തിൽ നിൽക്കാണ്ട് ഷാജി സത്യസന്ധമായിട്ട് ജഡ്ജിമെൻറ്റ് നിർണ്ണയിക്കുകയും ഒടുവിൽ ഷാജിയുടെ പേർക്ക് ഷാജി 1-ാം പ്രതിയാക്കിയിട്ട് പോലീസ് കുറ്റം ചേർത്ത് എഴുതിയിട്ടുള്ളത്. ഒരു ജഡ്ജിമെൻറ്റിന് 3 പേർ ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം എങ്ങനെയാണ് പ്രതിയാകുന്നത്? 3 പേരും പ്രതികളല്ലേ? ഷാജിനെ മാത്രമാണ് പ്രതിയാക്കിയിട്ടുള്ളത്. മറ്റുള്ള 2 പേര് എവിടെ പോയി? അതാണ് ഷാജിയുടെ കുടുംബത്തിന് ചോദിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ബയോഡാറ്റ ആവശ്യപ്പെട്ട സിബി വിളിക്കുമെന്നും ഷിബു പറഞ്ഞതായി കുറിപ്പിൽ പറയുന്നു. സതീശൻ എന്നയാളുടെ ഫോൺ നമ്പറും കുറിപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുറിപ്പ് ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ജനം, കണ്ണൂർ.